ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഒരു 4-5 ഷീറ്റ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുക്കുന്നുണ്ട്. മടക്കി എടുത്തപ്പോഴത്തേക്കും ഒരു സൈഡ് ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നീളത്തിൽ മടക്കിയതിന് ശേഷം കുറുകെ മടക്കണം. കുറുകെ ഞാൻ വീണ്ടും 3 മടക്കി എടുക്കുന്നുണ്ട്. മടക്കി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഞാൻ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് നല്ലോണം റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ടായാലും കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ഞാൻ 2 സെക്ഷനാക്കി തിരിച്ചിട്ട് ഒന്നിൻ്റെ മുകൾ ഭാഗത്ത് മഞ്ഞയും ഒന്നിൻ്റെ താഴ്ഭാഗത്ത് മഞ്ഞയാണ് കേട്ടോ കൊടുക്കുന്നത്. 2 സൈഡിലും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും തിക്നെസ്സിലിരിക്കുന്നുണ്ട് ചിലപ്പം കളർ ഉള്ളിലോട്ട് എത്താൻ പാടായിരിക്കും. അതുകൊണ്ടാണ് 2 സൈഡിലും കളർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ മഞ്ഞയുടെ താഴെ ഗ്രീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ അപ്പുറത്തെ ആ ഒരു സെക്ഷനിൽ ഞാൻ പിങ്ക് റോസ് ഷെയ്ഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഉണക്കിയെടുക്കണം. ഞാൻ ഫാൻ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്ത്. വെയിലുള്ളപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഉണക്കിയെടുത്തിട്ട് ഞാനതിനെ ഓരോ പേപ്പറാക്കി മാറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൈസ് നോക്കിയ സംഭവം ഞാൻ തിരിച്ചെടുത്ത് വെച്ചു. അതിനകത്തോട്ട് ഓരോ ഇതളുകൾ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണേ. ആദ്യത്തെ ഒരു റോയിൽ നമ്മൾ ചെയ്യാനുള്ള പശ തേക്കണ്ട. ആദ്യത്തെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നിടം വരെ നമ്മൾ പശ തേക്കണ്ട. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഓരോ റൗണ്ടിലും 5 ഇതളുകൾ വെച്ചിട്ടാണ് വെക്കണേ. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും 4, 3, 2 അങ്ങനെ ആണ് പോണേ. ആദ്യത്തെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പശ വെച്ച് കൊടുക്കണേ. ഫെവിക്കോളാണ് തേക്കണേ. എന്നിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രീൻ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റോസ് വെക്കണേ. എന്നിട്ട് അത് നല്ലോണം ഉണങ്ങി കിട്ടും വരെ വെക്കണം. അപ്പോൾ ഉണങ്ങി സെറ്റായി. ഇനി നമുക്കത് പതിയെ ഇളക്കിയെടുത്തു. ഇനി നമുക്കതിൽ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഒരു കമ്പ് വയ്ക്കലാണ്, മറ്റേ തണ്ട് വയ്ക്കലാണ്. അപ്പോൾ ഞാനതിൽ യെല്ലോ ഷെയ്ഡിൽ പെയിൻറ്റ് ചെയ്തൊരു പേപ്പർ ഇതേപോലെ മടക്കി ചുരുട്ടി വെക്കുന്നുണ്ട്. ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ ഹോളിലോട്ട് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിനിതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതിനകത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹോളിനകത്ത് നമ്മുടെ കമ്പ് ഇറങ്ങി പോകുന്ന പരുവത്തിനാണ് ഹോൾ എടുത്തേക്കണേ. ആ കമ്പിന് ഞാൻ ഇതേപോലെ പൂവിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ കാർഡ്ബോർഡ് ഇറക്കി അതിനവിടെ ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൂവ് സെറ്റായി. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.